എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കപ്പ പുഴുക്കിനെ കുറിച്ചാണ്. എങ്ങനെ നമുക്ക് കപ്പ പുഴുക്ക് റെഡിയാക്കാം എന്നാണ്. ആദ്യം നല്ലവണ്ണം മുറിച്ചെടുത്ത കപ്പ അത്യാവശ്യം വെള്ളം നിറച്ച് പാത്രത്തിൽ വയ്ക്കുക. കപ്പ ഇതിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ആദ്യം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കാൻ മറക്കരുത്. അതിനുശേഷം മാത്രമേ ഇങ്ങനെ വെള്ളത്തിൽ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് അത്യാവശ്യം ഇതിലേക്ക് ഉപ്പ് ചേർക്കുക, നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ കപ്പ നമുക്ക് വേവിച്ചെടുക്കലാണ്. പാത്രത്തിലോ അല്ലെങ്കിൽ പ്രഷർ കുക്കറോ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി അതിന് ശേഷം തയ്യാറാക്കുന്ന മിക്സ്ചറാണ് 2-3 പച്ചമുളക്, 2-3 ടീസ്പൂൺ മഞ്ഞൾ, അത്യാവശ്യം കറിവേപ്പില, അത്യാവശ്യം തേങ്ങ അരച്ചത്, 2-3 വെളുത്തുള്ളി, 2-3 ചെറിയ ഉള്ളി, പിന്നെ ചെറിയ ജീരകം. ഈ മിക്സ്ചർ നമുക്ക് മിക്സിയിൽ ഇങ്ങനെ അരച്ചെടുക്കാം. കണ്ടോ, ഇതാണ് അരച്ചെടുത്ത മിക്സ്ചർ. ഇനി അടുത്ത് കപ്പ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കപ്പിനെ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കാം. കാരണം ഇത് പുഴുക്ക് രൂപത്തിലാണെങ്കിൽ നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്കിപ്പോൾ അരച്ച ആ മിക്സ്ചർ ഇതിലേക്ക് ചേർക്കാം. ഈ മിക്സ്ചർ നന്നായി അങ്ങ് ഈ കപ്പയിലോട്ട് അങ്ങ് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ്ചർ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മഞ്ഞ കളർ രൂപത്തിൽ വരും. അതിന് ചെറിയ ഒരു ഹീറ്റിൽ അങ്ങ് ചൂടാക്കി എടുക്കാം. ചൂടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തവി കൊണ്ട് വീണ്ടും ഒന്ന് ചെറിയൊരു മാഷ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ്, ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ നന്നായി ചൂടാക്കിയതിന് ശേഷം അതിൽ കടുക് പൊട്ടിക്കുക. അതിനുശേഷം അത്യാവശ്യം കരിവേപ്പില, അത്യാവശ്യം ചുവന്ന മുളകും ചേർത്ത് നന്നായി അങ്ങ് വഴറ്റിയെടുക്കുക. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, കടുക് നന്നായി പൊട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ കപ്പയ്ക്ക് സ്വാദുണ്ടാവില്ല. നന്നായി അങ്ങ് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത ഈ മിക്സ്ചർ ഇനി അടുത്തത് നമുക്കിത് കപ്പയിലോട്ട് അങ്ങ് ചേർക്കാം. അങ്ങനെ കപ്പയിലോട്ട് ഇത് ചേർത്ത് കഴിഞ്ഞാൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കപ്പയിലോട്ട് ചേർത്തതിന് ശേഷം അതിന് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് പുഴുക്ക് രൂപത്തിലുള്ള കപ്പ. രണ്ട് വിധേന നമുക്ക് ആക്കാം. ഒന്ന് നമുക്ക് ഹാർഡായിട്ടുള്ള കപ്പ ആക്കിയെടുക്കാം, ഇല്ലെങ്കിൽ അതിന് ഒരു പുഴുക്ക് രൂപത്തിലും കപ്പ എടുക്കാം. ഇതാണ് അത്യാവശ്യം ഹാർഡായ രൂപത്തിലുള്ള കപ്പ. നേരത്തെ കണ്ടത് പുഴുക്ക് രൂപത്തിലുള്ള കപ്പയാണ്. അപ്പോൾ അങ്ങനെ രണ്ട് വിധേന നമുക്ക് ഇത് ഉണ്ടാക്കാം. അതിൻ്റെ വെച്ചാൽ അത്യാവശ്യം നമ്മൾ കപ്പ ആദ്യം വേവിച്ചെടുക്കുമ്പോൾ കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുഴുക്ക് രൂപത്തിലും, ഒരു വിസിലിൽ നമുക്ക് വേവിച്ചെടുത്താൽ അത് ഹാർഡായിട്ടുള്ള കപ്പ രൂപത്തിലും ആക്കാം. ഇത് അത്യാവശ്യം ചിക്കൻ കറി, മീൻ കറി ഇതിനോടൊപ്പം ഒക്കെ കൂട്ടി നമുക്ക് സ്വാദോടു കൂടി കഴിക്കും. അപ്പോൾ ഇതാണ് ഇങ്ങനെ കപ്പ പുഴുക്ക് ഉണ്ടാക്കാമെന്നുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്കും സബ്സ്ക്രൈബും തരിക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.